സിറിയയിൽ 24 വർഷത്തെ ബാഷർ അൽ അസദിന്റെ ഭരണം അവസാനിപ്പിക്കാൻ വിമതർ മിന്നൽ നീക്കങ്ങളാണ് നടത്തിയത്. മുല്ലപ്പൂ വിപ്ലവത്തിന്റെയും അറബ് വസന്തത്തിന്റെയും ചുവട് പിടിച്ച് 2011 മുതൽ താഴെ ഇറക്കാൻ നീക്കം നടന്നെങ്കിലും അടിച്ചമർത്തലിലൂടെ അസദ് ഇന്നലെ വരെ അതിജീവിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിലേക്കുള്ള ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇസ്രയേൽ ഹമാസ് ഹിസ്ബുള്ള പോരിലേക്ക് നീങ്ങിയപ്പോൾ പൊടുന്നനെ 12 ദിവസത്തെ നീക്കത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് വിമതർ ഇരച്ചു കയറി. റഷ്യയിൽ അസദ് കുടുംബം അഭയം തേടി. ഇനി സിറിയയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അസദിന്റെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യമായെങ്കിലും ഇസ്ലാമിസ്റ്റ് ഭീകര ഭരണത്തിലേക്ക് സിറിയ പോവുകയാണോ? എരുതിയിൽ നിന്ന് വാറചട്ടിയിലേക്കോ സിറിയൻ ജനത? അടിച്ചമർത്തലിന്റെ കാലം കഴിഞ്ഞെന്ന് പറയുന്ന വിമത നേതാവ് ജുലാനിയുടെ അൽ ഖ്വയ്ദ ബന്ധം സിറിയ ഭീകരതയിലേക്ക് പോകുന്നുവെന്നതിന്റെ സൂചനയോ? ISIS ഇനി തല പൊക്കാതിരിക്കാൻ അമേരിക്കയും ഇസ്രയേലും ആക്രമണം കടുപ്പിക്കുന്നുണ്ടെങ്കിലും ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുമോ എന്ന ആശങ്കയിലാണ് ന്യൂനപക്ഷങ്ങൾ. അസദിന് പകരം സിറിയയിൽ വരാൻ പോകുന്നത് താലിബാൻ മോഡൽ ഭരണമോ? സിറിയ വീണ്ടും തീവ്രവാദ കേന്ദ്രമാകുമോ? അസദിന്റെ തകർച്ച സിറിയക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതോ? സിറിയയിൽ സർക്കാരിനെ തകർക്കാൻ കൂട്ടുനിന്ന ഇസ്രയേലിനും അമേരിക്കയ്ക്കും പുതിയ ഭരണകൂടവും തലവേദന ഉണ്ടാക്കില്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും.